2003 സ്വീഡനിലെ സ്റ്റോക്ക്ഹാമിൽ ജനിച്ച് ഇന്ന് ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് പ്രചോദനമായ കേവലം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയ 22-കാരിയായ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ്, അതാണ് ഗ്രേറ്റ തുംബർഗ്. 8-ാം വയസ്സിലാണ് ഗ്രേറ്റ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ആദ്യമായി അറിയുന്നത്. നമ്മുടെ ഭൂമി നേരിടുന്ന ഭീഷണിയെ കുറിച്ച് മനസ്സിലാക്കിയ അവൾ ലോകം തകരുന്നത് കണ്ടിട്ടും മുതിർന്നവർ നിഷ്ക്രിയരായിരിക്കുന്നത് കണ്ട് വിഷാദത്തിലായ അവളെ 11-ാം വയസ്സിൽ ഈ വിഷാദം സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. പക്ഷേ ആ നിശബ്ദത ഒരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു. പിന്നീട് വിമാനയാത്ര ഒഴിവാക്കുകയും സസ്യാഹാരിയായി മാറുകയും ചെയ്തുകൊണ്ട് ഗ്രേറ്റ തുംബർഗ് തന്റെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. 2018 ഓഗസ്റ്റിൽ അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ സ്വീഡിഷ് പാർലമെന്റിന് മുന്നിൽ കാലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള സ്കൂൾ സമരം എന്നെഴുതിയ ഒരു ബോർഡുമായി അവൾ ഒറ്റയാൽ സമരം തുടങ്ങി. മുതിർന്നവർ തന്റെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു സ്കൂളിൽ പോകണം എന്നതായിരുന്നു അവളുടെ ചോദ്യം. സ്വീഡിഷ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവൾ ദിവസം ക്ലാസ് ഒഴിവാക്കി പ്രതിഷേധിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം ഓരോ വെള്ളിയാഴ്ചയും സമരം തുടർന്നു. ഇതാണ് ലോകമെമ്പാടും പടർന്ന ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന ആഗോള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഗ്രേറ്റയുടെ ആഹ്വാനം ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഉണർത്തി. ദശലക്ഷക്കണക്കിന് കുട്ടികൾ അവയുടെ പ്രസ്ഥാനത്തിൽ അണിനിരന്നു. ഐക്യരാഷ്ട്രസഭയിലും വേൾഡ് എക്കണോമിക് ഫോറത്തിലും ലോക നേതാക്കൾക്ക് മുന്നിലും അവൾ വികാരപരിധിയായി സംസാരിച്ചു. എന്റെ സ്വപ്നങ്ങളും ബാല്യവും നിങ്ങളുടെ പൊള്ളയായ വാക്കുകളാൽ മോഷ്ടിച്ചു എന്ന് ലോക നേതാക്കളോട് മുഖത്ത് നോക്കി പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഫലസ്തീനിലെ ഗാസ മുനമ്പിലേക്ക് സഹായം എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഫ്രീഡം ഫ്ലോട്ടല്ലയിലും ഗ്രേറ്റ തുംബർഗ് പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ കപ്പലിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലോക പ്രശസ്തിയായ ഗ്രേറ്റയുടെ സാന്നിധ്യമായിരുന്നു. മാനവരാശിക്കായുള്ള തന്റെ പോരാട്ടം കാലാവസ്ഥാ നീതിയിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് സാമൂഹ്യ നീതിയുടെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്നവയാണെന്നും അവളുടെ ഈ പ്രവർത്തനം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പ്രായമോ വലിപ്പമോ സാഹചര്യമോ മാറ്റം കൊണ്ടുവരുന്നതിന് ഒരു തടസ്സമില്ലെന്നും ഒരു വ്യക്തിക്ക് പോലും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഗ്രേറ്റ തെളിയിച്ചു. ഗ്രേറ്റ തുംബർഗ് അവൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രം: നിങ്ങൾ മൗനം വെടിയുക, അകം പൂകിയ നിശബ്ദതയ്ക്ക് വിരാമമിടുക. കാരണം നവയുഗപ്പിറവിയുടെ ആദിനാദം മുഴങ്ങേണ്ടത് നിങ്ങളുടെ അന്തരങ്ങളിൽ നിന്ന് തന്നെയാണ്.